ഹലോ മൈ ഗേസ്, എന്ത് കഥ? രാവിലെ എണിച്ചിട്ടില്ലേ, കിച്ചണിലേക്കാണ് ഓടിപ്പോയത്. അപ്പോഴാണ് ഞാൻ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. എനിക്കിന്ന് നല്ലപോലെ വിശപ്പുണ്ടായിരുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഉണ്ടാക്കണേന്ന് ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ മോര് കറിയാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ കുറച്ച് മോരും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം കുറച്ചൊന്ന് ചാലിച്ചില്ല, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. മോര് കറി മാത്രമേ ഇല്ലെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഉമ്മ പറഞ്ഞല്ല മോളെ, മീൻ പൊരിച്ചതും കൂടി ഉണ്ട്, അതില്ലാതെ പിന്നെ ചോറിറങ്ങില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ 4 ആൾക്കുള്ള 4 നല്ല മുതുക്കൻ അരിയാണ് കേട്ടോ ഉമ്മ പൊരിക്കാനിട്ടിട്ടുണ്ടായിരുന്നത്. അതിന് കുറച്ച് ചേല് വരണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പിലും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അതിൻ്റെ കൂടെ ചക്കയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ബോധം പോയി കേട്ടോ ഗൈസ്. ചക്കനേക്കാളും എനിക്കിഷ്ടം ചക്കക്കുരുവിനോടാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചക്കയിൽ എപ്പോഴും ഉപ്പും മഞ്ഞൾപ്പൊടിയും, സോറി ഗൈസ്, ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണില്ലെങ്കിൽ പിന്നെ ചക്ക തിന്നിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കടുകും കുറച്ച് കരിവേപ്പിലെല്ലാം ഇട്ടിട്ട് നല്ല പാലിൽ അതിലത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് ചക്കയും മോരും നല്ല അയില പൊരിച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്, ചോറ് ഭയങ്കര രസമായിട്ടുണ്ടാവും.